നിലമ്പൂരിൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കുരിശുപാറയിൽ ടെന്റ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മള്. അപ്പൊ ഇത് ഓൾമോസ്റ്റ് കുറച്ച് മേളിലോട്ട് ടെന്റ് അടിക്കണം. ഫുഡ് അത്യാവശ്യമുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുഡ് എങ്ങനെയുണ്ട്? കയറ്റണ്ടോ? എനിക്കൊക്കെ എന്താ ഇതെപ്പോഴും കാട് വരെ നടക്കണല്ലേ. സൈക്കിളറാണ് കേട്ടോ, അതുകൊണ്ട് അതിനൊന്നും വലിയ വിഷയമല്ല. ടെൻറ്റിൻ്റെ ആ ഷേപ്പിൽ നിൽക്കുള്ളൂ, എന്നാൽ മാത്രമേ നല്ല രീതിയിൽ കിടക്കാൻ പറ്റുള്ളൂ. ടെൻറ്റ് ചെറിയൊരു ടെൻറ്റിലാക്കണം. ഇവിടെ ഈ സൈഡിൽ ഒരു കല്ലുമുള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടയ്ക്ക് മഴ പെയ്തില്ല.
കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തെങ്കിലും ടെൻറ്റ് സെറ്റ് ചെയ്തു, പക്ഷേ മഴ പോയില്ല. കുഴപ്പമൊന്നുമില്ല, നല്ല വ്യൂ ആണ്. ദൂരെ സൺസെറ്റ് കാണാം കേട്ടോ. ആ സൺസെറ്റ് വേറെ മൂടാക്കി. നമ്മൾ കക്കാടംപൊയിൽ പോയേക്കായിരുന്നു. അതിൻ്റെ മേളിൽ ആ കാണുന്നതാണ് കക്കാടംപൊയിൽ മല കാണുന്നത്. നമ്മൾ അതിൻ്റെ മേളിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. നമ്മളവിടെ കക്കാടംപൊയിൽ ടെൻ്റ് അടിക്കാൻ ഇപ്പോൾ നിലവിൽ പറ്റില്ല. അവിടെ റിസോർട്ടിൽ ഇവിടെ ചുറ്റും ഇപ്പോൾ കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യലായി. അതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ ആൾക്കാരവിടെ സമ്മതിക്കില്ല ടെൻ്റ് അടിക്കാൻ വേണ്ടി. പിന്നെ ഫോറസ്റ്റുകാരുടെ ഇഷ്യൂ ഉണ്ട്. പിന്നെ അവിടെ ഇന്നലെ ഞാനൊക്കെ ആന ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കടമ്പയിൽ ടെൻ്റ് അടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ അടുത്തൊരു ഓപ്ഷനായിട്ട് വെച്ചിട്ടുണ്ട് കുരിശുപാറയാണ്. കുരിശുപാറ വേണ്ടി കുഴപ്പമൊന്നുമില്ല, നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ്. ഇവിടെ പൊതുവെ ആൾക്കാരൊക്കെ ടെൻ്റ് അടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കയറി പോകുന്നുണ്ട്. ഈ മല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടുള്ളത്. പക്ഷെ നമുക്ക് അപ്പം ഞാനും നമ്മുടെ ഒരു കസിൻ ഉണ്ടായി, അവനും കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവൻ ഒരു കല്ലും കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് താഴെ പോയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 3 കല്ല് എടുത്തുകൊണ്ട് വന്നു. 2 കല്ല് എടുത്തുകൊണ്ട് വന്നു, 2 പാറക്കല്ല് കിട്ടിയത്. പിന്നെ ഒരു കല്ലും കൂടെ വേണം. കല്ല് കിട്ടിയില്ല, അടിപൊളി കല്ല് കിട്ടിയിട്ടില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കണം. സൺസെറ്റ് വേറെ മൂടാണ് കേട്ടോ ഇവിടെ. പാറപ്പുറത്ത് ടെൻ്റ് അടിക്കുന്നത് കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ടെൻറ്റിൻ്റെ പോള് നല്ല രീതിയിൽ കുത്തി നിൽക്കില്ല, പിന്നെ നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ടെൻറ്റ് പറന്നു പോയിരുന്നുള്ളത് കൊണ്ട് നമ്മൾ പരമാവധി കല്ലുകൾ വെച്ചിട്ടായിരുന്നു നിർത്താൻ നോക്കിയത്. പക്ഷെ എന്നാലും താഴെ പോയിട്ട് വേണം കല്ലെടുത്തുകൊണ്ട് വരാനായിട്ട്. പിന്നെ കുറച്ച് നോക്കി മാത്രമേ കല്ല് കിട്ടിയുള്ളൂ, 1-2 കല്ല് മാത്രമേ കിട്ടിയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാറക്കല്ല് പൊട്ടിച്ച് നോക്കാനൊക്കെ നോക്കി, പക്ഷേ അതങ്ങനെയൊന്നും പൊട്ടുന്നില്ല കേട്ടോ. നല്ല ഹാർഡായിട്ടുള്ള സ്റ്റോണാണ്. പിന്നെ താഴെ ഇറങ്ങി കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു മല ആയതുകൊണ്ട് തന്നെ ഒരു വട്ടം താഴെ ഇറങ്ങി ഈ കല്ലടക്കം എടുത്ത് നമ്മൾ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ തൽക്കാലം 1-2 കല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടെൻറ്റ് നിർത്തി. നമ്മൾ സെറ്റ് ചെയ്തു. ടെൻറ്റ് സെറ്റിനെ കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം? പാറപ്പുറത്ത് ടെൻറ്റ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തായിരുന്നു നിൻ്റെ അഭിപ്രായം? നല്ല ടാസ്ക് അല്ലേ? അതായത് സംഭവം എന്ന് വെച്ചാൽ താഴെ നമ്മൾ കല്ലെടുത്തുകൊണ്ട് വരണം. ഈ 2 കല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ രണ്ടാമത് താഴെ പോയി, കല്ല് കിട്ടിയില്ല. തൽക്കാലം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാറിപ്പോയില്ല എന്തായാലും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടെൻറ്റിൻ്റെ അടിക്കുന്ന സാധനമുണ്ട്. ആ സാധനം നമ്മൾ കെട്ടി വെക്കുന്ന സാധനമാണ്. പക്ഷേ അത് വെക്കാൻ പറ്റില്ല, കാരണം ഇവിടെ പാറയായതുകൊണ്ട് അടിക്കാൻ പറ്റില്ല. എന്തായാലും നല്ല വ്യൂ ആണ് കേട്ടോ. സൺസെറ്റ് ഇപ്പോൾ അവിടെ കഴിഞ്ഞോളൂ. നല്ല സൺസെറ്റ്. മഴ ഇപ്പോൾ അനുകൂലം കൊണ്ടാണ് ഇതുവരെ മഴ പെയ്തില്ല. അതുവരെ മഴ പെയ്തില്ല. ഇപ്പം ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ വണ്ടി ഇവിടെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി കുറച്ചുകൂടി കയറ്റി വെച്ചു. കുറച്ചുകൂടി കയറി കണ്ടതായിട്ട് അവിടെ നിന്നാണ് കയറി നോക്കുന്നത്. ഇവിടുന്ന് അത്യാവശ്യം 360 വ്യൂ ആണ് കേട്ടോ. സംഭവം നമുക്കവിടെ ആകെ ഒരു തടസ്സമായിട്ട് കാണുന്ന ആ ഒരു മലനിരകളാണ് കേട്ടോ. അത്യാവശ്യം വലിയ മലകളാണ്. ആ മലയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഇറങ്ങി വന്നത്. ശരിക്കും അവിടെ ടെൻ്റ് അടിച്ചിരുന്നത് തെറ്റായിരുന്നില്ല. നമ്മളെന്തും മേളിൽ കയറി എടുത്ത്. പക്ഷെ അവിടെ നിന്ന് വെച്ചാൽ അങ്ങനെ അടിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെറ്റല്ലേടാ. ഇവിടെ ഓക്കെ അല്ലേ? ഇവിടെ നമ്മളെന്തായാലും ടെൻ്റ് അടിക്കുന്നത് അവിടെ അടിച്ചില്ലെങ്കിൽ ഇവിടെ അടിക്കുന്ന മൂടിലാണ് പോകുന്നത്. എന്തായാലും ഇവിടെ അടിച്ചു. അവിടെ അങ്ങനെ ഇറങ്ങി വരുന്നത്
2 ഈശ്വരന്മാരുടെ നടുക്കാട്ടോ നമ്മൾ കിടക്കുന്നത്. ക്യാമറയിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ കാണുന്നുണ്ടാവില്ല, പക്ഷേ വലിയ പൂരിയാണ് കേട്ടോ. ഇവിടെ വലിയ പൂർക്കുളമാണ്. ഈ സൈഡ് കൂടെ കയറാൻ പറ്റുന്നുണ്ടല്ലേ? ഇവിടെ ഈ സൈഡ് കൂടെ അവിടെ വരെ പോകാൻ പറ്റുന്നുണ്ട്, കയറാൻ പറ്റുന്നില്ല. കാരണം ഇത് ഇവിടെ തൊന്തയും കുത്തണ താഴെ. ക്യാമ്പ് ഫയർ അതിൽ കുറച്ച് ഫയറും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അത് നടക്കില്ല, പരിപാടി നടക്കില്ല. അവിടെ താഴേക്ക് വീടുകളുണ്ട്. ഇത് നല്ല ഉയരത്തിലുള്ളൊരു മലയാണ്. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ തന്നെ തീ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കയറി പ്രശ്നമാകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫയർ സെറ്റ് ചെയ്തില്ല, ജസ്റ്റ് ടെൻറ്റും കാര്യങ്ങളും. ഈ ടെൻറ്റിൻ്റെ ഡോറടക്കും. പിന്നെന്താ വെച്ചാൽ നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടാണുള്ളത്. നമുക്ക് ഗ്യാസും കാര്യങ്ങളൊന്നും ഇല്ല, താഴെ കടയുണ്ട്. കടയിൽ കാര്യങ്ങളൊക്കെ വാങ്ങി നാളത്തേക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ടാവും. ലൈറ്റായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് മഴ വീണെ. നമ്മളിവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എടേ നിൻ്റെ ഷൂ എടുത്തുള്ളിൽ കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. പെയ്ത് തുടങ്ങി. അവിടെ നിന്നാണ് പെയ്ത് തുടങ്ങുന്നത്. ഇനി ഫുൾ ബാഗും കാര്യങ്ങളും പറ്റും. 2 പേർ കിടക്കാനുള്ളതുണ്ട്. പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ്. കോട കയറി കിടക്കുന്നു. അവിടെയൊക്കെ കോട ഉണ്ടായിരുന്നു, ആ കാറ്റടിച്ച് കോട. രാത്രി ഞങ്ങളൊരു 2:30 പുറത്തിറങ്ങി നോക്കിയായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചുറ്റുവട്ടത്ത് കോടയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ വിസിബിൾ ആയിരുന്നു സ്കൈ ഒക്കെ. കാർമേഘത്തിന്റെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകാശമൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ പിക്കുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ആകാശമൊക്കെ തെളിഞ്ഞ രീതിയിൽ കാണുന്ന, നമ്മൾ ടെൻ്റൊക്കെ കൂടെ കാണുന്ന കുറച്ച് ഫോട്ടോകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. സമയം ഒരു 5:40 അപ്പോഴത്തേക്ക് നമ്മൾ എഴുന്നേറ്റു കേട്ടോ. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റാണ്. പക്ഷെ പുറത്തിറങ്ങി നോക്കുമ്പോൾ വലിയ രീതിയിലൊന്നും കാഴ്ചകളൊന്നുമില്ല. ഫുൾ കോട മൂടി കിടക്കുമായിരുന്നു. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഇറങ്ങി നോക്കി. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല വിഷ്വലായിരുന്നു കേട്ടോ. അങ്ങ് ദൂരെ കിഴക്ക് വശത്തായിട്ട് സൂര്യൻ ചേട്ടൻ ചെറുതായിട്ട് ഉദിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഓമും കുരിശും ടെൻറ്റും ചുറ്റുവട്ടത്തുള്ള കോട അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സൺറൈസ് നല്ലൊരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തിട്ടു. നല്ലൊരു പോസിറ്റീവ്. സൺറൈസ് അവിടെയാണ് എഴുതിയിട്ടാണ് ഈ സൈഡ് അടിച്ചത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സൈഡിൽ സൺറൈസ് ആണ് കിട്ടിയത്. സൺസെറ്റ് അവിടെ ആയിട്ടായിരുന്നു ഇന്നലെ കണ്ടിരുന്നത്. ഇവിടെ അവിടെ മരമുള്ളതുകൊണ്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഓരോ വീടുകളും ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു. രാത്രി നോക്കുമ്പോൾ അവിടെ ഇവിടെ ടൗണിലുള്ള ലൈറ്റുകൾ വീട്ടിലൊന്നും ലൈറ്റുകൾ ഓണായി വന്നിട്ട് കോട ഇറങ്ങി വരുന്നുണ്ട്. ആ സൈഡൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, കടമ്പയിൽ സൈഡാണ് ആ മലയൊക്കെ കാണുന്നത്. കോട ഞാൻ രാത്രി ഒക്കെ ഇറങ്ങി വരും. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തല്ലേ, അവിടെ നിന്നും പരസ്പരം കാണാൻ പറ്റി മല ഫുൾ കോട. എന്തായാലും രാത്രി നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ താഴ്ന്നൊക്കെ മയിലിൻ്റെ ഒച്ച
പിന്നെ ചെറിയ ചെറിയ ആനയുടെ ചിഹ്നം വിളി അതും ഇതൊക്കെ കേൾക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിൽ ഇടിവെണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുരിശുപാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചുറ്റുവട്ടമൊക്കെ ഓൾമോസ്റ്റ് ഫുൾ കാടുകളാണ്. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആനയുടെ ചിഹ്നം വിളിയും മയിലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. ഇവിടെയൊക്കെ ഒന്ന് വെറ്റായിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു വിങ്ങിയ ചൂടുണ്ടായിരുന്നു. ടെൻറ്റിൻ്റെ അകത്തെ കാഴ്ചകൾ ഈ പ്രാണികൾ, ഇത് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ പ്രാണികളുണ്ടായിരുന്നു കുറേ. അത് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചപ്പോൾ ഭക്ഷണം കഴിക്കാനത്തൊക്കെ ലൈറ്റ് ഓൺ ചെയ്ത് കുറേ കയറിയാണ്. നമ്മൾ കുറേ നേരം പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രക്ഷ ഉണ്ടായില്ല. നല്ല റൈസായി വന്നു കേട്ടോ. പിന്നെ പാറ്റകൾ കുറേ ഉണ്ട് കേട്ടോ. ആ പാറ്റ സൺറൈസ് ആയിട്ടോ. സൺറൈസ് സണ്ണ് വന്നിട്ടുള്ള ഒരു വ്യൂ കാണാൻ പോകുന്നത്.
doubt. Lights went down when you feel lost in your shadow. അറിയുണ്ടാവും TK കോളനി എന്നൊക്കെ പറയുന്ന ആ മലകളാണ്. അവിടെ അങ്ങ് ദൂരെ കാണും. ഈ സൈഡാണ് കടമ്പയിൽ 900 കണ്ടി ഈ സൈഡ്. കോടയും കാര്യങ്ങളൊക്കെ പോയിട്ടോ, കോടയും കാര്യങ്ങളൊക്കെ പോയി. സൺറൈസ് നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, സൺറൈസ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ മഴക്കാറുണ്ട്, മേളിലൊക്കെ മഴക്കാറായി തുടങ്ങി. മേളിലൊക്കെ കഴിച്ചു കഴിക്കാം. അടുത്തു നമ്മുടെ ഡെക്കാത്ലോൻ്റെ 2% ആണ് കേട്ടോ. നേരത്തെ ഒരു മഴയൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അവിടെ കോട നല്ലൊരു ക്യാമ്പിംഗ് സ്പോട്ടാണ്. കുറേ പേര് ഇടയ്ക്ക് വരുന്നതാണ്. പിന്നെ ലേറ്റ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും നമ്മൾ പരമാവധി ക്യാമ്പ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് മെമ്മറീസും ഫുഡ് പ്രിൻസും കാര്യങ്ങളും മാത്രമേ ബാക്കി വെക്കാറുള്ളൂ. കാരണം വേറെ നമ്മൾ ഇടാൻ പാടില്ല. അല്ലല്ലോ നമ്മൾ എവിടെയെങ്കിലും വാട്ടർ ബോട്ടിലാണേലും ചെറിയ കവറാണേലും നമ്മളൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചിറങ്ങിട്ടോ. നമ്മൾ കയറിയ അതേ വഴി തന്നെയാണ്. സംഭവം ഇത്തിരി ടാസ്ക്കാണ് കേട്ടോ കയറല്. കയറൽ വലിയ കുറച്ച് നമ്മളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കയറിനോണ്ട് വിഷയമില്ല. പറ്റ കയറാത്തവരൊക്കെയാണെങ്കിലാണ് തന്നെ അടിക്കുക. അതിലൊന്നും കയറി പരിചയമില്ലാത്തവർ വരുമ്പോൾ കുറച്ച് ഇന്നലെ വന്നവർക്ക് കുറച്ച് ടാസ്ക് ആയിരുന്നല്ലോ ആ പെണ്ണിനൊക്കെ. വലിയ ബ്രേക്കൊന്നുമില്ല, നേരെ വിട്ട് ഞാൻ താഴത്തും. നമ്മൾ വണ്ടി താഴെയല്ല വെച്ചത്, കയറ്റിയാണ് വെച്ചത്. പെട്ടെന്ന് ആൾക്കാരെ കണ്ണിൽ പിടിക്കേണ്ട രീതി കുറച്ച് കയറ്റിയാണ് വെച്ചത്. എന്താ പറയാള്, വേറെന്തും പറയാല്ല. എങ്ങനെ ഉണ്ടായിരുന്ന രാത്രി? പുറത്ത് നന്നായിട്ട് ഉറങ്ങി. ഈ രാത്രി പുറത്ത് പോയി പറഞ്ഞത് പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാമ്പിംഗ് വീഡിയോസും ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.